ഹലോ, ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി കാലത്തന്നെ പഴനിയിലെത്തി. ഇവിടെ നിന്ന് എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോ ഇടാറുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഉണ്ട് ഇത്. ഞങ്ങൾ അങ്ങനെ കാലത്തന്നെ പഴനിയിലെത്തി. അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് നേരെ കൊടൈക്കനാൽ റോഡിൽ കയറിയിരിക്കണേ. പക്ഷേ ഞങ്ങൾ കൊടൈക്കനാലിലേക്കല്ല പോണത്. ഇവിടെ നിന്ന് എവിടേക്ക് പോകണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിന് മുമ്പ് നല്ല വിശപ്പായതുകൊണ്ട് നേരെ ഈ ഒരു കുഞ്ഞു ഹോട്ടലിൽ കയറി 2 ദോശയും 2 തരം ചമ്മന്തി പിന്നെ എന്തിൻ്റെ ഒരു ചാറുണ്ടായിരുന്നു. അതും കൂട്ടി കാലത്തന്നെ കഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ പോണത് കൊടൈക്കനാൽ എത്തുന്നതിന് മുമ്പ് ഒട്ടൻചിത്രം എന്ന് പറയുന്ന റോഡുണ്ട്. ആ ഒരു വഴിക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടൈക്കനാലിലെ കുറച്ച് ചുരം കയറുന്നു. കൂട്ടുകാർ അന്തം വിട്ട് നോക്കണത് ഈ ഒരു ഭംഗി കണ്ടിട്ടാണ്. രാവിലെ തന്നെ ഈ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. എന്തായാലും അതെല്ലാം കണ്ട് നേരെ ഒട്ടൻചിത്രം എന്ന് പറഞ്ഞ ഈ ഒരു റോഡിലേക്ക് ഞങ്ങൾ കയറിയിട്ടാ. അധികാരം പോവാത്ത ചെറിയൊരു പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, 2 സൈഡും വലിയ കാട് എന്ന് പറഞ്ഞ ഒരു വലിയ വഴി. ഈ ഒരു വഴിന്റെ ഒരു സൈഡ് മൊത്തം ഇതേപോലെ ഒരേപോലത്തെ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗം മൊത്തം. അത് മാത്രമല്ല ഈ വഴി കൂടെ ഒരു മനുഷ്യന്മാർ പോലും വന്നിട്ടുണ്ടായിരുന്നു. 2-2.5 മണിക്കൂർ ഈ കാടിനുള്ളിൽ കൂടെ ഞങ്ങൾ മാത്രം വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പേടി ഞങ്ങൾ മുഖത്തുണ്ട് കിട്ടാ. അങ്ങനെ കുറച്ച് ദൂരം എത്തപ്പോഴേക്കും റോഡ് ഏതാ കുഴി ഏതാന്ന് അറിയാത്ത ഒരു സ്ഥലം എത്തി. ഈ ഒരു വഴി കൂടെ തന്നെ ഞങ്ങൾക്ക് പോകണം എന്നുള്ളതുകൊണ്ട് കൂട്ടുകാരൻ രണ്ടും കൽപ്പിച്ച് വണ്ടി എടുത്തത്. പക്ഷേ അതും കഴിഞ്ഞ് എന്താ ഉണ്ടായെന്നുള്ളത് നിങ്ങളതിനൊന്ന് കേട്ട് നോക്കി നോക്ക്. കണ്ടില്ല, കയ്യും കാലക്കുളിക്ക് 2-3 മണിക്കൂർ യാത്ര ചെയ്ത് നേരത്തെ ആളും മനുഷ്യന്മാരുള്ള ഈ ഒരു ഹോട്ടലിലെത്തി. ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് നേരെ ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം പഴനി അമ്പലത്തേക്ക് പോകാളിയാന്ന് പറഞ്ഞിട്ട് എന്നെയും കൊണ്ട് നേരത്തെ ഈ ഒരു പബ്ലിക് ടോയ്ലറ്റിക്കാണ് എൻ്റെ കൂട്ടുകാരൻ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ പറയുന്നത് ഫ്രഷ് ആയിരുന്നു. വണ്ടി എടുത്ത് റോഡിൽ ഇറങ്ങിയത് ആകാശത്തിന്റെ ഭംഗി നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്കി. നല്ല ഭംഗിയായിരുന്നു വൈകുന്നേര സമയത്ത് ഈ ഒരു ആകാശം കാണാനിട്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ വണ്ടി ഇവിടെ പേ പാർക്കിംഗ് ചെയ്തതിന് ശേഷം നേരെ ഞാൻ അവരും കൂടി പഴനി അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴനിയിൽ ഫോൺ അലൗഡ് അല്ലാത്ത കാരണം ഇടുപ്പിൽ വെച്ചിട്ടൊക്കെയാണ് ഞാൻ മല കയറിണ്ടായിരുന്നത്. എന്തായാലും രാത്രി സമയത്ത് ഈ ഒരു പഴനിയാണ് എന്താ കണ്ടില്ലേ, പ്രത്യേകതരം ഭംഗിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മുരുകനെയും കണ്ട് നല്ലൊരു പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.